ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. വരുന്നത് വാക്യം മേയിൽ ആരംഭിക്കുമ്പോൾ അല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണയായിട്ട് വെറും ഗായ, ജായേഗ, ആയേഗ. മേ ആണെങ്കിൽ ജാവുങ്ക, ആവുങ്ക, ഊങ്ക ഉച്ചാരണം. നീ പറയുന്നു, പറയുന്നുണ്ട്. തൂ ബോൽത്ത. പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോൾ റഹാ ഹേ അല്ലെങ്കിൽ ബോൾ റാ ഹേ ചുരുക്കത്തിൽ. നീ കള്ളം പറയുന്നു. കള്ളത്തിന് ജൂട്ട്. തും ജൂട്ട് ബോൽത്താ ഹേ അല്ലെങ്കിൽ തൂ ജൂട്ട് ബോൽത്താ ഹേ. സത്യമാണ് പറയുന്നതെങ്കിൽ തൂ സച്ച് ബത്താത്താ ഹേ, സച്ച് ബോൽത്താ ഹേ അല്ലെങ്കിൽ സച്ചായി വേണമെങ്കിലും ഉപയോഗിച്ച് പറയാം. ഞാൻ കള്ളം പറഞ്ഞില്ല. മേൻ ജൂട്ട് നഹി ബോല. ഭൂതകാലത്തിൽ. അവൻ കള്ളം പറയുമോ? ഇതൊരു ചോദ്യമായതുകൊണ്ട് ക്യായിലാണ് തുടങ്ങുന്നത്. അവന് വഹ്. ക്യാ വഹ് ജൂട്ട് ബോലേഗ. അപ്പോൾ വഹ് ജൂട്ട് ബോൽത്താ ഹേ. അവൻ കള്ളം പറയുന്നു. വഹ് ജൂട്ട് ബോലാ ഹേ. അവൻ കള്ളം പറഞ്ഞു. വഹ് ജൂട്ട് ബോലേഗ. അവൻ കള്ളം പറയും. സത്യമാ പറയുന്നതെങ്കിൽ അതും പറയാം. വഹ് ജൂട്ട് നഹി ബോൽത്ത, വഹ് ജൂട്ട് നഹി ബോല, വഹ് ജൂട്ട് നഹി ബോലേഗ. പറയുന്നു, പറഞ്ഞു, പറയും. അല്ലെങ്കിൽ പറയുന്നില്ല, പറഞ്ഞില്ല, പറയത്തില്ല. ചിരിക്കുന്നതിന് ഹസിന. അയാൾ ചിരിക്കുന്നു. വഹ് ഹസ്താ ഹേ. വഹ് നഹി ഹസ്താ ഹേ എന്ന് പറഞ്ഞാൽ അയാൾ അല്ലെങ്കിൽ അവൻ ചിരിക്കുന്നില്ല എന്നാണ്. ചിരിക്കുമെന്ന് പറയാൻ വഹ് ഹസേഗ. കുഞ്ഞ് പുഞ്ചിരിക്കുന്നു. ബച്ച മുസ്കുരാ രഹാ ഹേ. കുഞ്ഞ് പുഞ്ചിരിക്കുന്നു. ബച്ച മുസ്കുരാ രഹാ ഹേ. കുഞ്ഞ് പുഞ്ചിരിച്ചു. ബച്ച മുസ്കുരായ. നിങ്ങൾ പുഞ്ചിരിക്കുമോ? ആ മുസ്കുരായക അല്ലെങ്കിൽ ക്യാ തും മുസ്കുരായക. മണക്കുന്നതിന് സൂങ്കിന. വഹ് സൂങ്താ ഹേ. അവൻ മണക്കുന്നു. പഠിക്കുന്നതിന് വായിക്കുന്നതിന് അധ്യയൻ, പടായി ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. വഹു പഠിത്താ ഹേ. അവൻ പഠിക്കുന്നു. വഹു പഠ് രഹാ ഹേ. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എഴുതുകയാണെങ്കിൽ ലിഖിന എഴുതുന്നതിന് വഹ് ലിഖ്താ ഹേ. അവൻ എഴുതുന്നു. അവൻ എഴുതുമെന്ന് പറയാൻ വഹ് ലിഖേഗ. അപ്പോൾ ഇതൊക്കെയാണ് ചില ക്രിയകൾ എന്നും തുടർച്ചയായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഹിന്ദിയിൽ പറയാൻ നമുക്ക് അഭ്യസിക്കാം. പടിപടിയായി നമ്മൾ ഹിന്ദി സംസാരത്തിൽ കൂടുതൽ മെച്ചപ്പെടുവാനായിട്ട് ഇടയായിത്തീരും.